നമസ്കാരം. പതിരും കതിരും. ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയായത്. ലീലാതിലകക്കാരൻ പറഞ്ഞത് വെച്ച് നോക്കിയാൽ സാദൃശ്യമാണ് ഉപമ. ഉദാഹരണത്തിന്, ചിറകറ്റ മിന്നാമിനുങ്ങ് പോലെ അറുപകൽ നീങ്ങി ഇഴഞ്ഞിഴഞ്ഞ്. ഇതിൽ പകൽ ഉപമേയവും മിന്നാമിനുങ്ങ് ഉപമാനവുമാകുന്നു. മനവേന്ദ്ര, വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞാൽ നീ ചന്ദ്രനാകുന്നു എന്നല്ല, അതുപോലെ മിനുങ്ങുന്നു എന്ന് മാത്രം. ഇതുപോലെയാണ് പോലെ ചേർത്ത് എന്ത് പറഞ്ഞാലും. അങ്ങൻ്റെ പിതാവിനെ പോലെ എന്ന് പറയുമ്പോഴും ഈ കുഴപ്പമുണ്ട്. എല്ലാം ഒരു തോന്നലാണ്. പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ ലാളന, ഇതൊക്കെ മറ്റൊരാളിൽ നിന്ന് കിട്ടുമ്പോൾ ഒരാൾ പിതാവിനെ പോലെയാണെന്ന് തോന്നും. കിട്ടിക്കൊണ്ടിരിക്കുന്ന സുഖങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ ആ പിതൃതുല്യൻ വെറും പിണ്ണാക്കുമാടനാകും. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പിതൃതുല്യൻ എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് ഭയമാണ്. ആ സോളാറുകാരി പണ്ട് പറഞ്ഞത് ഉമ്മൻചാണ്ടി സാർ എനിക്ക് പിതൃതുല്യനാണെന്നാണ്. പിറ്റേയാഴ്ച നമ്മൾ കേട്ടത് ആ പിതൃതുല്യൻ എന്നെ മൃഗീയമായി പീഡിപ്പിച്ചു എന്നായിരുന്നു. പിന്നെ ഒരാൾ പറഞ്ഞത് പിണറായി എനിക്ക് പിതൃതുല്യനാണെന്നായിരുന്നു. പിറ്റേയാഴ്ച പിതൃതുല്യൻ പിണറായിസം എന്ന ഭീകര സത്വമായി മാറി. ഗണേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സുകുമാരൻ നായർ പിതൃതുല്യൻ ആണെന്നായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ മാറ്റം വന്നു തുടങ്ങി. ഇനി എന്തു പേരിട്ട് വിളിക്കുമോ എന്തോ. ഇന്നെങ്ങാനുമായിരുന്നു ആ സരിതയുടെ കത്ത് കയ്യിലിരുന്നതെങ്കിൽ ഞങ്ങളുടെ മണിക്കൊച്ചാട്ടനെയും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗതിയിലാക്കിയേനെ. ഇനി പെരുന്നയിൽ നിന്നുള്ള പല കഥകളും പുറത്തു വന്നെന്നിരിക്കും. മന്ത്രിസ്ഥാനം പോയിട്ട് ഞാൻ കരഞ്ഞില്ല, പിന്നല്ലേ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം. മന്ത്രിസ്ഥാനം പോയതിന് കരഞ്ഞില്ലെന്നറിയാം, പക്ഷേ അതിന് കാരണക്കാരനായ ഉമ്മൻചാണ്ടിയോട് ചെയ്തത് എന്തായിരുന്നു? ഗണേശൻ ഇനി പ്രത്യേകമായ അധികാരം ഒന്നുമില്ല, ജനറൽ കമ്മിറ്റി അംഗം മാത്രമെന്നാണ് മണിച്ചേട്ടൻ പറഞ്ഞത്. യൂണിയൻ ആരുടെയും കുടുംബസ്വത്തല്ല, അത് NSSൻ്റേതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞത് അടിവരയിട്ട് ഒന്നുകൂടി വായിക്കണേ മണിച്ചേട്ട, ഇതൊക്കെ അങ്ങേക്കും ബാധകമാണ്. 4 കോടി മുടക്കി പത്മ കഫേ എന്ന കാപ്പിക്കട നവീകരിച്ചതിന് കണക്ക് ചോദിച്ചതാണ് ഗണേശനെ ചൊടിപ്പിച്ചത്. ചോദ്യം ചോദിക്കുന്നവരെ എല്ലാം ആളെ വിട്ട് തല്ലിക്കുന്നതാണ് ഈ ഗണേശൻ്റെ രീതിയെന്നാണ് യൂണിയൻ കമ്മിറ്റിയിലെ രാജിവെച്ച അംഗങ്ങൾ പറയുന്നത്. പലരും തല്ലു ഭയന്ന് കഴിയുകയാണ്. പാര വെച്ചുള്ള മറ്റൊരു പ്രയോഗവുമുണ്ട്. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് നല്ല ഉറക്കം കിട്ടുമെന്നാണ് ഗണേശൻ കമ്മിറ്റിയിലൊക്കെ ഇരുന്ന് പറയുന്നത്. വീട്ടിൽ വിളക്ക് വയ്പും പ്രാർത്ഥനയും ഒന്നുമില്ല. യേശുവിലാണ് ആശ്വാസം, കീശയിലാണ് വിശ്വാസം. ഇങ്ങനെയുള്ളയാൾ എന്തിനാണ് യൂണിയൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുന്നത്? വല്ല ഉപദേശിപ്പണിക്കും പോകരുതോ എന്നാണ് അവർ ചോദിക്കുന്നത്. 17-ാം വയസ്സിൽ ഞാൻ ബെൻസുകാരിൽ കയറിയോന, ആനപ്പുറത്ത് കയറിയോന, ഇതൊക്കെയാണ് പറച്ചിൽ. 17-കാരൻ എന്തായാലും അധ്വാനിച്ചുണ്ടാക്കാൻ വഴിയില്ല ഈ സ്വത്തും പ്രതാപങ്ങളും. കീഴൂട്ട് രാമൻപിള്ളയുടെ സ്വത്ത് അനന്തരാവകാശി എന്ന നിലയ്ക്ക് മകൻ ബാലകൃഷ്ണപിള്ളയ്ക്ക് കിട്ടി. അച്ഛൻ്റെ സ്വത്തും പ്രതാപവും മകനെ ധാരാളിയാക്കി. പെങ്ങന്മാരെല്ലാം പിന്നീട് ശത്രുക്കളാകുന്നതും കണ്ടു. 2 ഭാര്യമാരുടെ കൂടെ പുറത്തിട്ടും കാമുകിമാർക്ക് വല്ല കുറവുമുണ്ടായോ? കോടീശ്വരനാണെന്ന് കരുതി കുറച്ച് കോടി നായന്മാരെ പറ്റിച്ച് കയ്യിൽ വെച്ചാൽ കഴിക്കുമോ? എൻ്റെ അച്ഛൻ്റെ എച്ചിൽ നിന്ന് വളർന്നവർ എന്നൊക്കെയാണ് ഗണേശൻ പത്തനാപുരത്ത് രാജിവെച്ച യൂണിയൻ അംഗങ്ങളെപ്പറ്റി പറയുന്നത്. അച്ഛൻ എന്നെ പൊന്നുപോലെയാണ് വളർത്തിയതെന്നും ഗണേശൻ പറഞ്ഞു. അതേ അച്ഛൻ പിന്നെ മകനെപ്പറ്റി പറഞ്ഞത് എന്തൊക്കെയായിരുന്നു സാറേ? നിങ്ങൾക്ക് ഓർമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? പിതൃസ്ഥാനത്തുള്ളവരുടെ കഥ പോട്ടെ എന്ന് വെക്കാം. പ്രപിതാമഹൻ്റെ പ്രായമുള്ള VSനെ വെറുതെ വിടാത്ത പുള്ളി ഇനി സുകുമാരൻ നായരെ വെച്ചേക്കുമോ? പത്തനാപുരം യൂണിയൻ്റെ ബലത്തിൽ 148 കരയോഗങ്ങളുടെ പിന്തുണയിൽ നേടിയ ഒരു വലിയ ജയമായിരുന്നു ഇതുവരെ ഗണേശൻ പത്തനാപുരത്ത് നേടിയതെല്ലാം. യൂണിയൻ പ്രസിഡന്റിൻ്റെ അധികാരമാണ് സൂര്യകിരീടം പോലെ ഇപ്പോൾ വീണുടഞ്ഞിരിക്കുന്നത്. പെണ്ണുപിടിയനാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം നാളെ പാലക്കാട്ടോ മറ്റു വേറെ ഏതെങ്കിലും മണ്ഡലത്തിലോ നിന്നാലും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ഗണേശൻ്റെ 5000 കാമുകിമാർ എവിടെയൊക്കെ ചിതറിക്കിടക്കുകയാണ്. ഇവരെ എല്ലാം കൂടി ഓടക്കുഴൽ ഊതി വിളിച്ചടുപ്പിച്ചാൽ പോലും പത്തനാപുരത്ത് വോട്ടവകാശം കിട്ടില്ല. എന്തൊക്കെയായാലും ഗണേശൻ്റെ പിന്നിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അണിനിരക്കുന്നത്. നോക്കൂ, സ്വന്തം ഭർത്താവിൻ്റെ കൊള്ളരുതായ്മ ഭാര്യ നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു, ആളെ കൂട്ടി. അത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. എന്നിട്ടും ആ മഹാന് പിന്തുണയർപ്പിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് എന്തൊരു പ്രകടനമായിരുന്നു പത്തനാപുരത്ത് നടന്നത്. ഭാര്യ തള്ളിപ്പറഞ്ഞതും പത്തനാപുരത്തെ യൂണിയൻകാർ കൈവിട്ടതും പോകട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ ഉച്ചിവെച്ച കൈകൊണ്ടല്ലേ സുകുമാരൻ നായർ ഉദകക്രിയ ചെയ്തത്. ആ ആഘാതം ചില്ലറയല്ല ഗണേശനെ തളർത്തിയിട്ടുള്ളത്. ഏകാധിപതിയായ ഗണേശനെ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാ എന്നാണ് മണിച്ചേട്ടൻ ചോദിക്കുന്നത്.
എന്തായാലും തന്നാണ്ടത്തെ വിധിവിഹിതമനുസരിച്ച് സകല ഏകാധിപതികൾക്കും ഈ ആണ്ട് കുഴപ്പം പിടിച്ചതാണ്.